എന്റെ അമ്മ സൂപ്പർ പെർഫോമൻസ് ആയിരുന്നു സിബിൻ. ശരിക്കും പൊളിച്ചടുക്കി. ഗബ്രി നാണം കെട്ടു. ജാസ്മിൻ അങ്ങോട്ട് ഇല്ലാതായി. അത് കഴിഞ്ഞ് ജാസ്മിൻ തിരിച്ചു പോയി പറയുന്നുണ്ട്, ന്യായീകരിക്കാൻ നോക്കുന്നുണ്ട്. അപ്പോഴും ജാസ്മിനെ അങ്ങോട്ട് ഇല്ലാതാക്കി സിബിൻ. ഇന്നത്തെ Q&A ടാസ്കിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. കണ്ടു നിന്നപ്പോൾ എണീറ്റ് നിന്ന് കൈയടിക്കാൻ തോന്നി. പറയാതെ വയ്യ. സിബിൻ പൊളിച്ചടുക്കി. ഗബ്രി എന്തായി കാണിക്കുന്നത്? ജാസ്മിന്റെ ഭാഷയിൽ പറയണമെങ്കിൽ എന്തുവാ കാണിക്കുന്നത്? ഗബ്രിയെ പോലൊരു വാഴ. കാരണം ഗബ്രിയുടെ വിചാരം ഗബ്രി വളരെ ക്ഷേമമായി സംസാരിക്കണമെന്നാണ്. ഗബ്രി ഒരു ചോദ്യം ചോദിക്കും, ആ ചോദ്യത്തിന് ഉത്തരം പറയുമ്പോൾ അതൊന്നും ഒരു വാക്കെടുക്കും. സപ്പോസ് മാനുഷിക പരിഗണന എന്നാണെങ്കിൽ ഗബ്രി ചോദിക്കും, എന്താണ് മാനുഷിക പരിഗണന? അതിനൊരു ഉത്തരം പറയുമ്പോൾ അതിന്നൊരു വാക്ക് പിടിക്കും. എന്താണ് പരിഗണന? അതിന്നൊരു വാക്ക് പറയുമ്പോൾ അതിന്ന് പിടിക്കും. എന്താണ് ഗബ്രി? സംസാരിക്കാൻ അറിയില്ലെങ്കിൽ മിണ്ടാതിരിക്കണം. ഉത്തരം പറയിപ്പിക്കൂല ആൾക്കാരെ കൊണ്ട്. പക്ഷെ സിബിൻ അങ്ങനെയല്ല. ഓൺ പോയിന്റ് ആയിരുന്നു. സ്ട്രെയിറ്റ് ടു ദ പോയിന്റ് ആയിരുന്നു. പറയേണ്ട പോലെ പറഞ്ഞ് വായ അടപ്പിച്ചിട്ടുണ്ട്. ജാസ്മിൻ അതുപോലെയാണ്. 1.5 മണിക്കൂറിലെ കാര്യങ്ങൾ പറയും. പക്ഷെ നമ്മൾ ശരിക്കും ചിന്തിച്ച് നോക്കിയാൽ അതിൽ ഒരു